ജീവിതത്തിൽ ഇന്നേ വരെ മനസുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ബന്ധുമിത്രാദികളും അവരിവരുമൊക്കെ ഒരുപാട് പേര് കൂടെ ഉണ്ട്, പക്ഷേ കൂടെ ആരുമില്ല. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ? പിന്നെ ഭർത്താവ് ഉണ്ട്, ഒരു പ്രയോജനമില്ല. ഉണ്ടോ? വീട്ടുകാർക്കും ഒരു പ്രയോജനമില്ല, നാട്ടുകാർക്കും ഒരു പ്രയോജനമില്ല. പിന്നെ ഇപ്പൊ ജോലിക്ക് പോവോ, എന്തെങ്കിലും ചെയ്യുവോ ഭർത്താവ്? ഭർത്താവിന്റെ ജോലി ഒന്നും കാണുന്നില്ല ഇതിൽ. ജോലിയല്ല, പുള്ളി ഉടായ്പ കാണിച്ച് ഇങ്ങനെ പോവുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ഇത് കാണുന്നത്. എന്റെ മോൾക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടോന്നൊന്ന് നോക്കുവോ? മോക്കിപ്പോ എത്ര വയസ്സായി? അവള് 6ൽ പഠിക്കണം. 6ൽ പഠിക്കണം. എന്തായാലും ഒരു ഗവൺമെന്റ് സംഭവം, ഒരു ജോലിയുടെ ഇതുണ്ട്, പക്ഷെ അത് 10-15 വർഷമാവും. ചിലപ്പോൾ അത് മോളുടെ ഇതിലായിരിക്കാം. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്താലും സമ്പാദ്യം വട്ടപൂജ്യമല്ലേ? ശരിയല്ലേ? നിങ്ങൾ ജോലി എടുക്കുന്നുണ്ട്, പക്ഷെ സമ്പാദ്യമൊന്നും ഇതിൽ കാണുന്നില്ലല്ലോ. സമ്പാദ്യമൊന്നുമില്ല. അപ്പോ ഞാൻ പറയുന്നത് ഇതിനൊരു പരിഹാരമുണ്ട്, പക്ഷെ അത് നന്നായിട്ട് ചെയ്യണം. എല്ലാ തിങ്കളാഴ്ചയും. എനിക്ക് വേണ്ടത് എന്റെ ഭർത്താവ് ഒന്ന് ശരിയായാൽ മതി. അയാളെ ശരിയാക്കാൻ ഞാൻ ഇതിൽ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ പറയരുത്, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് തരണം. ഇപ്പൊ എവിടെയാണ് പുള്ളി? പുള്ളി പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുകയാണ്. പൊതുപ്രവർത്തനമായിട്ട് നടന്നാൽ മതി, വീട്ടിൽ പ്രവർത്തനമൊന്നും വേണ്ട. പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണ്. ഇതൊന്ന് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മാറ്റിയെടുക്കാം, പക്ഷെ അത് പൂർണ്ണമായിട്ട് മാറില്ല, എങ്കിലും കുറെയൊക്കെ മാറും. അതിന് ഇപ്പൊ ഇവിടെ കൃഷ്ണന്റെ അമ്പലം ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും? അവിടെ പോയിട്ട് പുള്ളിയുടെ നാള് വരുന്ന ദിവസം, ആ പൂരം വരുന്ന ദിവസങ്ങളിലെല്ലാം പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു പായസത്തിന് വഴിപാടോ അങ്ങനെ എന്തെങ്കിലും ധാരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് മുടങ്ങാതെ ചെയ്യണം. എത്ര നാളത്തേക്ക്? ഒരു 6 മാസം വരെ ചെയ്ത് നോക്കൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് പ്രധാന സംഗതി. ഇന്ന് ഞായറാഴ്ച, നാളെ തിങ്കളാഴ്ച, നാളെ ഒരു ദിവസം മൗനവ്രതം നോക്കണം. മൗനവ്രതം എന്ന് പറയുമ്പോൾ രാവിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്നിട്ട് ആരോടും സംസാരിക്കരുത്. സംസാരിക്കാൻ പാടില്ല. ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം, പക്ഷെ കഴിക്കരുത്, കഴിച്ചുകൂടാ. വൈകുന്നേരം നമ്മൾ വിളക്ക് കൊളുത്തിയതിന് ശേഷം അത് ഒരു 7-7:30 മണിയൊക്കെ ആകുമ്പോൾ ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട്. ഞാന് ഭക്ഷണം കഴിക്കുന്നില്ല, ഈ ഇറച്ചി മീൻ പെങ്ങള് വന്നിട്ടുണ്ട്. അയ്യോ, ഇറച്ചി മീനൊന്നും കഴിക്കില്ല. അല്ല, എനിക്ക് കഴിക്കാനില്ല, അത് ഞാൻ കൈകൊണ്ട് എടുക്കുന്നതുകൊണ്ട് വേണ്ട. അന്നത്തെ ഒരു ദിവസം അത് ഒഴിവാക്കിയാൽ അത്രയും നല്ലതാ. പിന്നെ ഇത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറെയൊക്കെ മാറ്റം ഉണ്ടാവും. മൗനവ്രതം നാളെ ഒരു ദിവസം, തിങ്കളാഴ്ച ഒരു ദിവസം മാത്രം എടുത്താൽ മതി. മറ്റേ വഴിപാട് കൃത്യമായിട്ട് ചെയ്യണം. കുറെയൊക്കെ മാറ്റം ഉണ്ടാവും. പൂർണ്ണമായിട്ടില്ലെങ്കിലും ഒരുപാട് കുറച്ചൊക്കെ ഉണ്ടാവും. അങ്ങനെ നോക്കി ചെയ്താൽ മതി കേട്ടോ, നന്നായി വരും. മക്കൾ വെച്ചോ. നാളെ അവനെ കാണാൻ എപ്പോഴാന്നേ പോണ്ടേ? കാലത്തെ പോണെന്ന് ഞാൻ വിചാരിച്ചേക്കണേ. ആ പ്രിൻസിപ്പൾ 2-3 ആഴ്ചയായി ഇപ്പൊ വിളിക്കുന്നു. എന്തുട്ടാണെന്ന് പറഞ്ഞു, അവൻ എന്തെങ്കിലും ടൈപ്പ് കാണിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. പിന്നെ ആദ്യം പിള്ളേരെ വിശ്വസിക്കും. എനിക്കറിയാൻ പാടില്ലല്ലോ, അപ്പൻ്റെ അല്ലേ മോൻ, എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. അതെ, നാളത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നോക്കിക്കൊള്ളാം. അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു, നീ എന്ത് ഭാവിച്ചാ തുടങ്ങാൻ പോണേതൊക്കെ? എന്താണ് ഈ മൗനവ്രതം എന്നൊക്കെ പറഞ്ഞ് നടക്കണ കാര്യമാണത്. അതാ മിണ്ടാതിരുന്നാ പോരെ? മിണ്ടാതിരുന്നാ മാത്രം പോരാ അതിന്, അതറിയില്ലേ? ഭക്ഷണം, ശുചിത്വം, ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട് അതിന്. അതൊക്കെ എനിക്കറിയാം. എന്നിട്ട് വേണം തലകറങ്ങി വീണിട്ട് വല്ലോടത്തും കൊണ്ടുപോകാൻ. നാത്തുവിനെ, ഇതെനിക്ക് വേണ്ടിയിട്ട് ചെയ്യണല്ല, നിങ്ങളുടെ ആങ്ങളക്ക് വേണ്ടിയിട്ട് ചെയ്യണതാ. അതൊന്നും ചെയ്താൽ നന്നാവുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഇതാ നിങ്ങളുടെയൊക്കെ കുഴപ്പം. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലത്, അത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. അതല്ല, നിനക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്. നീ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്ന തലവേദന എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്. അടി ഇനി തലകറങ്ങി വീണിട്ട് വേണം ആശുപത്രിയിൽ കൊണ്ടുപോകാനെങ്കിൽ അവൻ്റെ വല്ലതും ഉണ്ടാ? അതിനുണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം. അതെ, രാവിലെ ഞാൻ അമ്പലത്തിൽ പോകും. ചേച്ചി എപ്പോഴാ പോണേ?
ഞാൻ കാലത്ത് കാപ്പി കുടി എന്നിട്ട് പോകണുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വഴിയിലൊക്കെ ഇറങ്ങി കാപ്പി കുടിക്കാൻ നിൽക്കണ്ടേ, അവനൊന്നും അവനെ കൊണ്ട് പറ്റൂല. പിന്നെ അവൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടടി. നമുക്ക് രാവിലെ ഉണ്ടാക്കാം. അവന് ഒന്നും അങ്ങനെ എല്ലാം എന്താ ഇഷ്ടം? അവന് എന്തെങ്കിലും മതി, വീട്ടിൽ നിന്ന് ഉണ്ടാക്കണമാകുമ്പോൾ അവനൊരു സന്തോഷമല്ലേ. എല്ലാം ഈ ഹോട്ടലിൽ നിന്നും പുറത്തുനിന്ന് എന്താണെങ്കിലും രാവിലെ പണിയെല്ലാം കഴിക്കണം. എനിക്ക് പിന്നെ ഒരുപാട് സമയം ഇതിനകത്ത് അമ്പലത്തിലൊക്കെ പോകണം. പിന്നെ അമ്പലത്തിൽ പോകണം. ഇറച്ചി മീനൊന്നും ഞാൻ കൈകൊണ്ട് തൊടൂല. അത് നാത്തൂന് എന്താണെന്ന് അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇതിപ്പോ കാലത്ത് രാത്രി പിന്നെ എല്ലാ കാര്യങ്ങളും ഒരുവിധം ഒപ്പിച്ച് വെച്ചിട്ട് നമുക്ക് കിടന്നാ മതി. ആ കുടത്തിൽ വെള്ളം പിടിച്ച് വെച്ചായിരുന്നു, അല്ലെങ്കിൽ രാവിലെ പൈപ്പിൽ ചിലപ്പോ വെള്ളം വന്നിരിക്കൂല. ഇല്ല അതൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പിടിക്കാം. വേണ്ട, പിന്നെ ഈ രാത്രി നോക്കി അതിലുണ്ടാന്ന് നോക്ക്. ഉണ്ടെന്ന് അതെ നോക്ക് മതി. അല്ലെങ്കിൽ എനിക്ക് ആ വെള്ളം പിടിക്കലൊക്കെ ചിലപ്പോ പാടായി മാറും. ഒന്നുമില്ല, വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ എന്നാ വാ കിടക്കാം. എന്താടി അത് എനിക്കില്ലേ എനിക്കില്ലേ എന്ത് ഉറക്കോടാ? മതി മതി. എവിടെ കിടന്ന് ഈ ഇങ്ങനെ കുരം കളിക്കണ? അതിനോട് പറഞ്ഞില്ലേ അവള് ഇന്നലെ? അവൾക്ക് മൗനവ്രതം അല്ലേ ഇത്? നല്ല സുഖമല്ല ഇങ്ങനെ പോത്ത് പോലെ പൊതച്ചു കൂടി കിടന്ന് ഉറങ്ങാൻ. എനിക്ക് ഒരു പണിയുണ്ടല്ലോ അല്ലേ? എനിക്കാടേ ഒന്ന് ഇതായിക്കോട്ടെ. ആ ഒരു പണിയില്ലെങ്കിൽ ഇങ്ങനെയാണ്. ആ ഞാൻ വിളിച്ചോളാം, നീ ചെല്ല്. എനിക്കാനിങ്ങട് വാ മോള് വാപ്പാ. നിന്റെ ശല്യം കൊണ്ട് തന്നെ ആ പോലീസുകാരൻ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ. നീ ഇത് ഇറങ്ങാൻ സമ്മതിക്കും. എന്റെ ശല്യം കൊണ്ടാ? ഇപ്പൊ ഞാനും ശല്യമായാ നിനക്ക്? എനിക്കടാ ഒന്ന് എനിക്കാ നീ ചുമ്മാ ഞാൻ ഉറങ്ങണില്ല മാറി. ഞാൻ ഈ പുതപ്പ് കിട്ടുന്നോട്ട് മതി മതി. ക്ഷീണോ? രാത്രി മൊബൈലിൽ ഗെയിം കളിച്ചോണ്ടിരുന്ന ക്ഷീണം ഉണ്ടാവും. ചായ എടുക്ക്. ഓ ചായ ആയില്ലേടി? സാധാരണ ഈ വീട്ടിലെ ഈ സമയത്ത് കാപ്പി ആവാറില്ല. ഇനി 1 മണിക്കൂർ കഴിയണം. ശരിയാ. അയ്യേ ഇത് എനിക്ക് വേണ്ട. സാമ്പാർ കഴിച്ചോ? എനിക്ക് ലേശം വെച്ചോ. എന്നുള്ളതല്ലേ, നീ ഉണ്ടാക്കിയതാ. അതിപ്പോ പതിവ് സാധനം തന്നെ, വേറെ പ്രത്യേകിച്ച്. പക്ഷെ ഇവിടെ സാമ്പാർ മാത്രം മതി ഇത് കഴിക്കാൻ. അല്ല നിനക്ക് കഴിക്കാൻ പറ്റില്ല? അവക്ക് കഴിക്കാനും പാടില്ല, ഒരു നേരം മാത്രം. ഓ അപ്പൊ മിണ്ടാനും പറ്റില്ല, കഴിക്കാനും പറ്റൂല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, വിളമ്പാൻ പറ്റൂല, അതിന് കുഴപ്പമില്ലല്ലോ. നീ അവക്കൂടെ ഒരു പ്ലേറ്റ് എടുത്തോണ്ടോ പോയി. ഒരു പ്ലേറ്റ് അവക്കൂടെ എടുത്തോണ്ടോ? നീ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്ലേറ്റും കൊണ്ടാടി വെച്ചാൽ ഞാനും കഴിച്ചോളാം. എന്തായാലും ഈ നേരം ആയില്ലേ, വിശന്നിട്ട് പോയി. നീ കുറേ ദിവസം ഇവിടെ നിൽക്കണം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്ന് ഈ ഇഡ്ഡലിയാ, സഞ്ചാന്യത്തിന്റെ ഇഡ്ഡലി എന്നും ഇത് തന്നെ, ഒരു മാറ്റം. നീ ഇത്തിരി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വേവിക്കണം കേട്ടോ. കുറച്ച് ദിവസം നിന്ന് ഈ പലഹാരമൊക്കെ ഒന്ന് മാറട്ടെ. കഷ്ണമൊക്കെ കഴിച്ചേടി. കഷ്ണം എനിക്ക് ഇഷ്ടമല്ല. അതാ? അയ്യോ നിനക്ക് ഒന്നും ഇഷ്ടമല്ല. ഇതെങ്ങനെ കഴിക്കണേ? ഞാൻ ഉണ്ടാക്കിയതാടി, നീ കഴിച്ചോ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അതല്ലേ സാമ്പാർ. പുളിയുപ്പൊക്കെ കറക്റ്റ് അല്ലേ?
ആ അത് വേണ്ട അത് അയ്യേ. മതി മതി അത് ദിവസം കഴിച്ച് അതവിടെ വെച്ചേക്ക്. അത് കൊള്ളില്ല. അതൊരു ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് കഴിക്കുമ്പോ സാമ്പാറിന്റെ ടേസ്റ്റ് മാറിപ്പോവും. നീ അതവിടെ വെച്ചേക്ക്, പിന്നെ കഴിക്കാം. നമുക്ക് ഉച്ചയ്ക്ക് എങ്ങാനും എടുക്കാം. അവിടെ വെച്ചേക്ക്. അത് കൊള്ളില്ല. സാമ്പാർ വേണോ നിനക്ക്? കുറച്ച് വേണ്ട, എന്നാ ഇതങ്ങോട്ട് മാറ്റിക്കേ. സാമ്പാർ കൊള്ളാം, സൂപ്പർ. ഇത് എന്ത് നീ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പുതുമാണോ. എന്നാ ഇത് തിന്നാൻ പറ്റില്ല. കാപ്പി ആ കഷ്ണം എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ലതല്ലേ? എടീ, ആ ഇങ്ങളാര്? എന്താടാ? എന്നാ? പണ്ട് ഇല്ലേ എടീ മകളെ, പാലാപ്പച്ചൻ കഴിക്കാതിരിക്കുമ്പോ ഞങ്ങൾ എല്ലാരും കൂടെ ചുറ്റും വന്ന് ഇങ്ങനെ അങ്ങ് ഇരിക്കും. ആദ്യം ഉരുള എനിക്ക് തരും, അത് കഴിഞ്ഞിട്ട് ഇവക്ക് കൊടുക്കും, ഉരുളക്ക് ഇടിയാർന്നടി. അത് കഴിഞ്ഞ് അമ്മച്ചിക്കും കൊടുക്കും ഉരുള. പക്ഷെ അപ്പച്ചന്റെ കൈ കൊണ്ട് വിരകണുണ്ടല്ലോ, അതൊരു പ്രത്യേക എല്ലാ കറിയും കുറച്ച് കുറച്ച് കുറച്ചിട്ടിട്ട് ഇങ്ങനെ വിരകിട്ട് അങ്ങോട്ട് വരും. ആ എന്താ ടേസ്റ്റ്! എന്തോന്ന് സംഘം ഇത് കഴിച്ചോണ്ടിരിക്കല്ലേ? നീ കഴിക്കണില്ല, ഒന്ന് അങ്ങോട്ട് മാറി അവിടെ എങ്ങനെ നിൽക്കും. ഇത് അല്ല ഇത് തെറിക്കില്ല. അയ്യേ ഇത് കൊണ്ടങ്ങ് പോയി. ഒന്ന് ഇതിന്റെ സ്മെല്ല് വെച്ചേക്കടി. അത് സ്മെല്ല് തന്നെ ഒരു ഇതില്ല. ഉള്ളിലേക്ക് കൊള്ളൂല. അങ്ങനെ ആ കാലം ഒരു ദിവസം ഉണ്ടല്ലോ, ഇവക്ക് ഫസ്റ്റ് ഉരുള വേണമെന്ന് പറഞ്ഞു. ഞാനും അപ്പച്ചനും കൂടെ പ്ലാൻ ചെയ്ത് ഒരു നല്ല മുളകുണ്ടല്ലോ, നല്ല എരിവുള്ള കാന്താരി മുളക് വെച്ചിട്ട് ഇവക്ക് ആദ്യത്തെ വിളയൊക്കെ കൊടുത്തു. അത് എന്തായിരുന്നു അറിയാമോ? ഇവള് ഓടി വീടിന് ചുറ്റും കിടന്ന് ഓടി. അവസാനം ഇവന് എനിക്ക് ഐസ്ക്രീം മേടിച്ചു തന്നപ്പോ ഞാൻ അടങ്ങി. അപ്പൊ അതൊക്കെ വാങ്ങിച്ചു തരും. അതൊക്കെ ഇനി ഓർക്കാനേ പറ്റുള്ളൂ. എനിക്കും കൊതിയാവണം. കണ്ട കാര്യമല്ല. ക്ലാരേ, ആ പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചു കേട്ടാ. അയ്യോ എന്തിനാ കഴിയാ? ഞാൻ കഴിവില്ലായിരുന്നോ? ആ അതവിടെ വെച്ചാ പോരായിരുന്നോ? നീ ഇപ്പൊ അത് കഴുകാൻ പോയ എന്തിനാ? എവിടെ കഴുകാനാ? തേക്കാനാ? ഇങ്ങോട്ട് വാ. ഇവിടെ എന്താ നടക്കാൻ? ഞാനും കഴിഞ്ഞപ്പോ അതങ്ങ് തേച്ചേക്കാന്ന് വിചാരിച്ചു. തേക്കണതിൻ്റെ ആ ഒരു വൃത്തി കണ്ടുപടി. നീ പലപ്പോഴും തേക്കാറുണ്ടല്ലോ ഇവിടെ. ഇതാ അവിടെ തേച്ചിട്ടേക്കണ കണ്ടു നോക്ക്. കണ്ട ഇങ്ങനെ വേണം തേക്കാൻ പൊന്നു മോളെ. വേണ്ട, അതങ്ങനെ തേക്കണം എന്നുള്ള മനസ്സിലാ ഒരു ചിന്ത വേണം. നന്നായിട്ടില്ലടി. ഇത് എന്നെ തേക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഇങ്ങനെ അങ്ങ് തേക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കും. ശരിയാവാറില്ല അവള് തേക്കുമ്പോ. ആ അവളെ എവിടെ? നീ ഒന്ന് പഠിപ്പിച്ചു നോക്ക്. ഇതൊക്കെ കണ്ടുപഠിച്ചോ കണ്ടുപഠിച്ചോ. അവള് പഠിച്ചോളൂ. ഇഷ്ടപ്പെട്ടില്ല. അവള് പോയാ? അയ്യോ, നീ എവിടെ പോണേ ഇപ്പൊ? ഞാൻ പാർട്ടി ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടടി. അയ്യോ, നീ പോയിട്ട് വേഗം വരുമോ? എന്തേ? ഞാനിവിടെ തനിച്ചല്ലേടാ. ഞാൻ ആരോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കാനാ? അവളുണ്ടല്ലോ. പിന്നെ അവൾക്ക് മൗനവ്രതല്ലേ? ആ ഞാനിവിടെ ഇരുന്ന് ബോറടിക്കും. എന്തായാലും നീ പോയിട്ട് വേഗം വന്നോട്ടെ. നോക്കാം. ആ നോക്കല്ല, വേഗം വരണം. അതെ, പോയി വരുമ്പോ ഇത്തിരി മാങ്ങയും കൂടി മേടിച്ചോണ്ട് തന്നെ. എനിക്ക് മാങ്ങ തന്നെ കൊതിയാവും. മാങ്ങ തിന്നാൻ കൊതി എന്തടി? അയ്യ അതല്ല, പഴുത്ത മാമ്പഴേ മാമ്പഴം. അത് മേടിക്കാം. അതിപ്പോ ഞാനിങ്ങ് പോന്ന വഴിക്ക് അവിടെ കണ്ട അവിടെ കൂട്ടിയിട്ട് ഇഷ്ടംമാരെ വിൽക്കുന്നുണ്ട്. ആദായ വിൽപ്പനയാണ്. 2.5 കിലോ 50 രൂപ. നിനക്ക് എത്ര കിലോ വേണം? നല്ലത് നോക്കി മേടിച്ചോളാം. കുറച്ച് മതി. 2 കിലോ ഇറങ്ങി. ഒരു 4 കിലോ ആയ കുഴപ്പമുണ്ടോ? 2 കിലോ മതിയാ? ഓ ഞാൻ വച്ചോണ്ട് വരാം. വേഗം വന്നോട്ടാ. പിന്നെന്താ? അതെനിക്ക് തരണം. എന്റെ കൊച്ചിന് തരാണ്ട് പിന്നെ ആർക്കാ കൊടുക്കണേ ഞാൻ? കേട്ടോടി, പുഴു ഉള്ളതും ഇല്ലാത്തൊക്കെ ഇപ്പൊ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മളെ സമയം കൊള്ളാമെങ്കിൽ പുഴു കാണില്ല. ആ എനിക്ക് കൊതിമൂത്ത് മേടിച്ച കാരണം പിന്നെ ചിലപ്പോ പുഴു കാണും. പഴയ മാങ്ങ എന്ന് പറയാ നമ്മളെ പഴയ പാലായില്. ഓ എന്റെ പൊന്ന് തക്കളി മോളെ, ഒരു മാവുണ്ട, ഒരു നാട്ടുമാങ്ങ. ഓ അതില് മാങ്ങയുടെ മണം. ഇപ്പോഴത്തെ മാങ്ങയ്ക്ക് മണമുണ്ടോ? അതിന് എവിടെ മണമുണ്ട്? മണവും ഇല്ല, ഗുണവും ഇല്ല. സത്യം പറഞ്ഞ ഇതിന് നല്ല മണമൊക്കെ ഉണ്ട്. വലിയ അത്രയൊന്നുമല്ല. നമ്മുടെ ആ നാട്ടുമാങ്ങയുടെ മണമെന്ന് നിനക്ക് ഓർമ്മയുണ്ട് എന്താ മാവിക്കറിയാതെ? ആ ഈ ആന്റി ഉണ്ടല്ലോ, ആന്റി അവിടുത്തെ പ്രധാനപ്പെട്ട മരം കയറിയായിരുന്നു. അത് നീയല്ലേ, നിനക്ക് വേണ്ടിട്ടല്ലേ ഞാൻ മരം കയറി. നീ ഇവൻ കയറൂലടാ, ഇവൻ കയറൂല. ഇവന് ഭയങ്കര മടിയാണ് മരം കയറാൻ. പറഞ്ഞ തല കറങ്ങുന്നു. തല അതെനിക്ക് തല കറക്കം ഇപ്പോഴും ഉണ്ട്. ഈ പൊക്കത്തൊക്കെ ഉള്ള ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് താഴ്ത്തു നോക്കിയാൽ ഇപ്പോഴും തല ചുറ്റും. എന്നിട്ട് എന്താ ഞാൻ മോളിൽ കയറി മാങ്ങ പറിച്ചു കഴിഞ്ഞപ്പോ അതേ കിടക്കുന്നത് ഉറുമ്പ് കടിച്ച് എന്നെ തലത്തിട്ട്. മടിയായോണ്ടാ. അതേന്നെ. അല്ലതേ എന്നെ സംഭവം പറഞ്ഞുതരാം.
പേരെന്നില്ല, പ്ലാവെന്നില്ല, മാവെന്നില്ല, എല്ലാത്തിലും എന്തിനു വേണേലും കയറും. അങ്ങനത്തെ ഒരു മുതലായിരുന്നു. നീ കഴിയും, നിനക്കല്ലേ കൊതി മൂത്ത് കഴിച്ചേ. ഈ മാങ്ങ കയറി എനിക്കൊരു മാങ്ങ കുറച്ചു തരാം. അയ്യോ അത് അന്ന് ഇന്ന് കയറാൻ പറ്റുമോ? ഈ തൊടി വെച്ച് ഞാനെങ്ങനെ കയറും? ഓ അങ്ങനെ. അല്ലേ, അവിടെ നാട്ടിലെല്ലാരും പാലായിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്, മരം കയറി മറിയമ്മ. അവനെ വിളിച്ചെന്നറിയാ, അവന് മടിയം മത്തായി. അങ്ങനെ അമ്മ കേട്ടോ, മടിയൻ മത്തായി ഡാഡി എങ്ങനെയുണ്ട്? നീ പതുക്കെ പറയുന്നത് നാട്ടുകാരും വിളിക്കും അങ്ങനെ. ഞാൻ എല്ലായിടത്തും പറയാം. ഇനി വേറൊരു തമാശ പറഞ്ഞുതരാം. ഈ പൗലോ അങ്കിളില്ലേ, പൗലോ അങ്കിൾ ആന്റിയെ പെണ്ണ് കാണാൻ വന്ന സമയം അതൊക്കെ അറിയണ കൊച്ചുങ്ങൾ അറിഞ്ഞിരിക്കണം. എടി പെണ്ണ് കാണാൻ വന്ന് അവിടെ എല്ലാം കൊണ്ടുവച്ചിട്ട് പെണ്ണിനെ ചായ കൊണ്ടുവരാൻ പെണ്ണിനെ കാണാനില്ല. അവസാനം നോക്കിയപ്പോണ്ടല്ലോ തൊട്ട് ഫ്രണ്ട് ഇരിക്കണ പേരയുടെ മണ്ട ഇരിക്കുക ആന്റി. അങ്ങനെ അപ്പൊ പൗലോ സച്ചാൻ പറയും ഇത് പെണ്ണല്ലല്ലോ ആണല്ലേ, പേരല്ലേ ഇഷ്ടപ്പെട്ടില്ലേ? അതിന്നല്ല. അയാൾക്ക് ആ ജോലി ഉള്ളതുകൊണ്ടാ നിന്നെ അങ്ങനെ കെട്ടിച്ചല്ലെങ്കിൽ പിന്നെ വേറെ എങ്ങനെ നല്ല ആണുങ്ങൾ. പിന്നെ എത്ര സ്മാർട്ട് ആയിട്ടുള്ള പെണ്ണ് വേറെ ഭയങ്കര സ്മാർട്ട് തന്നെ. എന്തോ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കണം. ആലീസിനെയൊക്കെ കൊണ്ടുവരായിരുന്നു. ഒരു ലക്ഷം വാങ്ങണമെങ്കിൽ അവൾക്ക് കൊടുക്കും. അയ്യോ അവൾക്ക് വേണ്ടായിരിക്കും. ആലീസിനെ കൊണ്ടുവരുന്നൊക്കെ വിചാരിച്ചാടി, പക്ഷെ ആലീസിന്റെ പപ്പയെന്ന് പറഞ്ഞ ജീവനാ, വേറെ ആരും വേണ്ട. പറഞ്ഞില്ലേ നീ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, എന്നാലും അവൾക്ക് അവിടെ പപ്പേനോട്ട് വരാൻ പറ്റൂല. ആലീസിന് വേണ്ട, ആലീസിന്റെ പപ്പയാണ് ജീവൻ. ഇവിടെ ഇവക്ക് എന്നെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. പിന്നെ അങ്ങനെ എവിടെ ഹാർട്ടിൽ നോണെ നോണെ സോപ്പിടാൻ വേണ്ടിട്ട് എന്തേലും കാര്യം കാണാൻ വേണ്ടിട്ട് മാത്രം. ഞാൻ അവിടെ മേടിച്ചപ്പോ തന്നെ ഒരെണ്ണം ഫുള്ള് കഴിച്ചു നോക്കിട്ടാ മേടിച്ചേ. ഇതിന് പുഴൊന്നും ഉണ്ടായില്ല. ആ പുഴുവില്ല, അത് നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. പുഴുവില്ലാത്ത അയ്യോ സത്യം പറഞ്ഞാണ്ടല്ലോ ഇപ്പോഴാണ് ഒരു വീടായത് കേട്ടോ. ഞാനിപ്പോ വേറൊന്നല്ലേ ഇവിടെ കുറ്റം പറയണല്ലോ കേട്ടോ. ഞാനില്ലാതെ ഇപ്പൊ മാങ്ങ വീട്ടിൽ മേടിച്ചോണ്ടെന്ന് വെച്ചോ, എനിക്ക് ഒരു കഷ്ണം മാങ്ങ തിന്നണമെങ്കിൽ ഉണ്ടല്ലോ അവളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും ഒതുക്കി വെച്ചിട്ട് അവളുടെ സമയം കണ്ടെത്തിയിട്ട് ഈ മാങ്ങ കട്ട് ചെയ്ത് എനിക്കൊരു പീസ് തരും. ആ സമയക്കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ചോണ്ടുന്ന സാധനമല്ലേ. അത് ശരിയാ, നിനക്ക് ഇത്തിരി അവന് സ്നേഹം കാണിച്ചൂടെ? ഒരു കണക്കിനെ ഞാൻ പറഞ്ഞ ഈ മൗനവ്രതം കുറച്ച് അധികം നാൾ നിന്നാൽ നല്ലതാ. ഇല്ലെങ്കിൽ മറ്റേ FM റേഡിയോ ചലച്ചോണ്ടിരിക്കണോ 24 മണിക്കൂർ എന്റെ ചെവിക്ക് റെസ്റ്റ് ഇല്ല. അവിടെ വാ തുറക്കണം എന്തിനാണ് വഴക്കൂടാൻ, അല്ലാതെ വേറെ ഒന്നും. ഇത്തിരിയൊക്കെ അവനോട് ഇത്തിരി സ്നേഹം കാണിക്കുന്നു. നീ ഏത് നേരം അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പൊന്നോടെ പറഞ്ഞോളെ, സ്നേഹം കാണിച്ചില്ലേലും കുഴപ്പമില്ല. അവൾ എന്നെ വഴക്ക് പറയാതെ എന്നോട് തെറി പറയാതെ ഇരുന്നാ മതി. ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊന്നും നിനക്ക് എന്തായാലും ഉണ്ട്. ഞാനെങ്ങാനും അവിടെ വെച്ചെങ്ങാനും അതിനോട് ഒരു ഇത്തിരി ഒച്ചയുയർത്തി സംസാരിച്ചാലുണ്ടല്ലോ കഴിഞ്ഞ്. അങ്ങനെയുള്ളൊരു ഗതിയോടൊന്നും നിനക്കൊന്നും ഇല്ലല്ലോ. എന്തായാലും നിനക്ക് അവന് ഇത്ര സപ്പോർട്ട് ചെയ്യണ്ട എല്ലാ കാര്യത്തിലും. എന്റെ പഴയ സ്വഭാവം നിനക്കറിയാല്ല. അതൊന്നും ഞാൻ ഇവിടെ എടുക്കണില്ല. ഞാൻ പരമാവധി ക്ഷമിച്ചു. എന്തായാലും പെണ്ണുങ്ങളെ ഇത്തിരിയൊക്കെ അടക്കം ഒതുക്കമൊക്കെ വേണം. ഈ നേരം അവനോട് മെക്കിട്ട് കയറാൻ നിന്നാ പിന്നെ അവന് ദേഷ്യം വരൂല്ലേ? അത് ഞാൻ ഇങ്ങനെ താന്നു കൊടുക്കണുണ്ട്. ഈ തോളയിൽ ഇരിക്കാൻ പറഞ്ഞ ഉടനെ പിന്നെ ചെവി ഇന്നും പിന്നെ തലയിൽ കയറും. പൗലോചാനെ പോലത്തെ ഒരുത്തനായിരിക്കും നിനക്ക്. അങ്ങനെയാണെങ്കിൽ നീ പഠിച്ചാൽ. അല്ല എനിക്കങ്ങനെ അവൻ അറിഞ്ഞോളാന്നൊന്നും ആരും വിചാരിക്കണ്ട. പക്ഷെ ഞാനതല്ല, എല്ലാം ഒരു കുടുംബജീവിതം ആവുമ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോണം. പിന്നെ ഇത് കാരണം മുതൽ നിൽക്കുകയല്ലേ. ക്ലാര ആന്റി അമ്മയെ ഞാൻ എത്ര വട്ടം ഉപദേശിക്കുമെന്നോ, ചുമ്മാ ഡാഡിയായിട്ട് വഴക്കുണ്ടാക്കൽ, ഇങ്ങനെ ശബ്ദമൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടി സംസാരിക്കല്. അപ്പൊ എന്നതാ വഴക്ക് പറയും തിരിച്ച്. കൊച്ചു പോലും പറയുന്നു. സത്യം പറഞ്ഞാൽ നീ ഇപ്പൊ വന്ന് ഓരോന്ന് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് പലതും ചിന്തിച്ച് ഞാനിങ്ങനെ ആലോചിക്കണം. ഞാൻ വെറും പൊട്ടനായിട്ട് ഇവിടെ ജീവിക്കുകയായിരുന്നു. ഈ കൂടെ തലയിൽ കയറ്റി വെക്കണേന്റെ ഇതെല്ലാം കുറേയൊക്കെ. അല്ല അതുകൊണ്ട് കുടുംബജീവിതത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല, സമാധാനമായിട്ട് പോകണല്ലോ. അങ്ങനെയല്ലേ കുടുംബം. അല്ലെ അവിടെ ഞാൻ നിന്റെ കെട്ടിയനെ പോലെ ആയിരുന്നെങ്കിലോ സമാധാനം ഉണ്ടാവോ വീട്ടില്? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയല്ലേ ഒന്ന് താന്നു കൊടുക്കണു, നമുക്കെന്താ ഒരു പ്രശ്നമില്ല. പിന്നെ ഇതെല്ലാം സഹിക്കാം. ഇവിടെ ആങ്ങളെയും അമ്മയും കൂടെ ഏറ്റവും കൂടെ ഒന്ന് ഒത്തുകൂടി കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ എന്റെ പോകും. എനിക്ക് തോന്നുന്നു കനകനാണ് ഇവിടെ ഇച്ചിരി എരിക്കൂട്ടി കൊടുക്കണ എല്ലാ കാര്യത്തിലും. തോന്നാനൊന്നുമില്ല, സംഭവം ശരി തന്നെ. അവന് തന്നെ അളിയന് പണ്ടേ തന്നെ അത്ര താല്പര്യം ഇല്ലല്ലോ. ഇപ്പൊ നല്ല സുഖമുണ്ടോ? നിങ്ങൾ എന്ത് കാര്യത്തിനും കൂടെ വന്നേക്കണേ? ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിട്ടാണോ? ഒരു ആങ്ങളെയും പെങ്ങളും. ഞാൻ ഈ പട്ടിണിക്ക് പാട് കിടക്കണ എന്തിനാന്നറിയാമോ? ഈ മനുഷ്യന് വേണ്ടിട്ടാ, ഇങ്ങോട്ടൊന്ന് നന്നായി കാണാൻ വേണ്ടിട്ട്. മാങ്ങ തിന്നത് ഞാനൊന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അധികം. ഇവിടെ വന്ന് തിന്നാൻ മാത്രമേ ഒരു ഇറങ്ങി പോവുള്ളൂ മാങ്ങ. എന്റെ ദൈവം ഇവക്ക് എന്ത് പറ്റിയത്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാനേ പോയിക്കാ, നിങ്ങളായി നിങ്ങളുടെ വാടായി. നിങ്ങൾക്ക് ഇപ്പൊ മാങ്ങ തിന്നാനും ഒക്കെ അറിയാലോ. മനുഷ്യന് ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ നിങ്ങളുടെ കൈ പൊങ്ങൂലല്ലോ. ഇപ്പഴാ നിങ്ങക്ക് സന്തോഷം കിട്ടിയതല്ലേ? ഒരു വീടായ ബഹളം ഉണ്ടാവും, പിണക്കം ഉണ്ടാവും, ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? അത് സഹിക്കാൻ പറ്റുമോ? എന്നെ സഹിക്കാൻ പറ്റുമോ? എന്നാ അകത്തോട്ട് വാ.
പക്ഷെ നിന്റെ മൗനവ്രതം ഉണ്ടാ. നിങ്ങൾ നന്നാവണ്ട, നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിച്ചാ മതി കേട്ടോ. മൗനവ്രതം ഞാൻ ഈ മൗനവ്രതം ഉണ്ടാക്കി എടുത്തിട്ട് വേണം. Versus Alien.